കോട്ടയം മാഞ്ഞൂരിൽ 8 മാസം ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്തു. മാഞ്ഞൂർ സ്വദേശി അമിതയാണ് ജീവനൊടുക്കിയത്. മകളുടെ മരണത്തിൽ ഭർതൃവീട്ടുകാർക്കെതിരെ പരാതിയുമായി മരണമടഞ്ഞ അമിതയുടെ അമ്മ മകൾ ഗാർഹിക പീഡനം നേരിട്ടിരുന്നുവെന്നും ഭർത്താവ് അഖിലുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും മാതാവ് പറഞ്ഞു. മരണത്തിന് മുൻപ് അവസാനമായി അമിത ഫോൺ വിളിച്ചത് മാതാവ് എൽസമ്മയെ ആയിരുന്നു. ഞാൻ ഇല്ലാതായാലും മക്കളെ നോക്കണമെന്നും അവരെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കരുതെന്നുമായിരുന്നു നിർദ്ദേശം. അമ്മയ്ക്കും അച്ഛനും മക്കളെ നോക്കാൻ പറ്റാതെ വന്നാൽ അവരെ അനാഥാലയത്തിലാക്കിയാൽ മതിയെന്നും അമിത പറഞ്ഞു. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച ശേഷം പിന്നീട് മാതാവ് കേൾക്കുന്നത് അമിതയുടെ മരണവാർത്ത. 10-16 ആയപ്പോഴാണ് പോലീസുകാർ എടുത്ത ഫോൺ നമ്പറിന്റെ സമയം. എനിക്ക് സമയം അത്ര വിളിച്ചിട്ടുള്ളതല്ലായിരുന്നു. അപ്പോൾ 10-16 വിളിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞു. എന്നാലും വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മ കുഞ്ഞാറ്റിക്ക് അവിടെ എന്നേലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ലേ എന്നെ നേരത്തെ ഉറങ്ങി, കുഞ്ഞാറ്റി ഇപ്പം അങ്ങ് ഉറങ്ങാൻ കിടന്നുള്ളത് താമസിച്ച പകൽ ഉറങ്ങിയിട്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഞാനില്ലാതായാലും അവർക്ക് വിട്ടു കൊടുക്കണ്ട കേട്ടോ, അമ്മയ്ക്ക് വെച്ചിട്ടും നോക്കാൻ പറ്റില്ല, അത് വരുമ്പോൾ അനാഥാലയത്തിലോട്ട് കൊടുത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവും, അത്രയും പറയുകയും ചെയ്തു, ഫോൺ കട്ടാവുകയും ചെയ്തു. 5 വർഷം മുമ്പാണ് മാഞ്ഞൂർ കണ്ടാറ്റുപാടം സ്വദേശി അഖിലുമായി അമിതയുടെ വിവാഹം നടന്നത്. 2 ലക്ഷം രൂപയും 20 പവനും സ്ത്രീധനമായി നൽകിയിരുന്നു. ഇവർക്ക് 4ഉം 2ഉം വയസ്സുള്ള മക്കളുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അമിതയെ മാഞ്ഞൂരിലെ ഭർത്താവിൻ്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 8 മാസം ഗർഭിണിയായിരിക്കെ നിറവയറുമായിട്ടാണ് അമിത ജീവനൊടുക്കിയത്. അമിതയും ഭർത്താവ് അഖിലുമായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതേ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് പോലീസ് നിഗമനം. കടുത്തുരുത്തി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.